പറഞ്ഞു നമസ്കാരം. Yes, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. എങ്കിലും അന്ന് ലണ്ടനിൽ പോയ അവസരത്തിൽ ഞാൻ അവിടെ വന്നു. ലണ്ടനിലെ ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ എന്നിട്ട് ഉമ്മറവും ഒക്കെ ഡേയ്സി ചേച്ചി അവിടെ നനക്കിട്ടായിരുന്നു. അതൊക്കെ നോക്കി എടുത്തിട്ട് പോയി. എടുത്തു പോയി. ഫോട്ടോ അല്ല, ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്തായാലും നമുക്ക് റിട്ടയർമെന്റ് 2014 എൻ്റെ പോലെ തന്നെ ആയിരുന്നല്ലോ. 2014. അതെ 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 അതെ. അതിന് ശേഷം ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ ആ ഒരു നക്ഷലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ഒരു 5 മിനിറ്റ്. വളരെ ഫ്രീയാ. എനിക്കറിയാം. ഏറ്റവും ഫ്രീ ആയി, വേറൊരു ജോലിക്ക് പോയില്ലാന്ന് അതെ 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 അതെ. പിന്നെ പറമ്പിനോട് കുറച്ച് താല്പര്യം എനിക്കറിയാലോ. അതിപ്പോ പറമ്പായിട്ട് ഇങ്ങനെ നടക്കണ്. 10-400 വാഴയുണ്ട് എൻ്റെ ഉള്ളില്. പിന്നെ അല്ലാണ്ട് 50 സെന്റില് 400 വാഴ. 50 തന്നെയല്ല, ഇത് 1.25 ഏക്കർ. 1.25 ഏക്കർ. ഈ ഭാഗം കോമ്പൗണ്ട് മാത്രം 50 സെന്റ് അല്ലേ? ഫ്രണ്ട് വീടും ഈ തോട്ടമൊക്കെ കൂടിയിട്ട്. അതെല്ലേ? മറ്റേത് മൊത്തം 1.25 കട്ടിച്ച് 2 ഏക്കർ. ഞാൻ കൃഷി പഠിച്ച ആളാണ്, പുസ്തകം എഴുതിയ ആളാണ്. പക്ഷെ എനിക്ക് 40 സെന്റ് ഭൂമി ഉണ്ടായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു യോഗ അങ്ങനെയാണ്. ഇല്ല, അതൊക്കെ വേണ്ട മാതിരിയായില്ല. കാരണം അപ്പോൾ അനാരോഗ്യം വന്നു പറ്റുള്ളൂ. പിന്നെ അതങ്ങനെ ശരിയായില്ല. അപ്പോൾ എനിക്കിപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് വിളിക്കാറുണ്ടോ ബാങ്കില്? വിളിക്കാറുണ്ടല്ലേ? പിന്നെ നിങ്ങളുടേതായിട്ടുള്ള വേറെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? മെയിൻ കൃഷിയാണ് താല്പര്യം. പിന്നെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോവാൻ. അത് ഈ സർജറി കഴിഞ്ഞതിന് ശേഷം വോക്കൽ കോഡ് സർജറി. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ജൂണിലാണ്. അതിനുശേഷം സൗണ്ട് ഇല്ലാത്ത കാരണം ഒരു വഴിക്ക് തന്നെ പറഞ്ഞില്ല. കാരണം എന്തെങ്കിലും ആവശ്യം വന്നാ വിളിക്കാൻ സൗണ്ട് ഇല്ല. പറമ്പിലേക്ക് തന്നെ പറഞ്ഞില്ല. പക്ഷെ ഈ വോക്കൽ കോഡ് ഓപ്പറേറ്റ് ചെയ്തു എങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ദോഷമില്ലല്ലോ. ഒന്നുമില്ല. പക്ഷെ സൗണ്ട് കേൾക്കില്ല. മറ്റുള്ളവർക്ക് കേൾക്കാം. അതെ അതെ, സൗണ്ട് കേൾക്കില്ല. അത് ശരിയാണ്. അപ്പൊ അതിനിപ്പോ വല്ല മരുന്നുകൾ വേറെ കഴിക്കില്ല, ഒന്നും വേണ്ട. അതെ അതെ അതെ, അതിനുണ്ട്. അതിനിപ്പോഴും കഴിക്കില്ലല്ലോ. അത് ശരി. എനിക്ക് തോന്നണം കുറച്ചുകൂടി കഴിക്കുക. അതെ അതെ അതെ. പിന്നെ അതോടൊപ്പം ഞാൻ ഭക്ഷണത്തിലുള്ള ഒരു നിയന്ത്രണം കൂടി നന്നായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് ഇപ്പോൾ എൻ്റെ ഒരു പുസ്തകം എഴുതല്ല, വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിൽ നമ്മുടെ ശരീരത്തിന് ആൽക്കലൈനിറ്റി നിലനിർത്താൻ കഴിഞ്ഞ രോഗങ്ങളില്ല. ഉള്ള രോഗങ്ങൾ പതുക്കെ കുറച്ച് കൊണ്ടുവരും. പ്രായത്തിൻ്റെ ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ കൂടി കുറച്ച് കൊണ്ടുവരാനായിട്ട്, മിനിമൈസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അതായത് ആൽക്കലൈനിറ്റിക്ക് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസിഡിക് ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കുക, നല്ല ഭക്ഷണം കൂട്ടുക, ചീത്ത ഭക്ഷണം കുറയ്ക്കുക. അല്ല, ഞാൻ അങ്ങനെ ചീത്താൻ എല്ലാം നല്ല തന്നെ ആയിരിക്കും. ഇല്ല, അപ്പൊ നമുക്ക് എളുപ്പമല്ലേ, നമുക്ക് നമ്മുടെ നോക്കി പോകാലോ. ഞാൻ 71, ഭാര്യ 66, ചേച്ചിക്ക് 74. അപ്പോ പണിയെടുപ്പിക്കുന്നതിനും അതെ അതെ, നമ്മുടെ ലെവലിൽ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക, അതിന്റെ പ്രോബയോട്ടിക്സ് കഴിക്കുക, അതാണ് പ്രധാനപ്പെട്ട തത്വം. പിന്നെ നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് മെയിനായിട്ട് താല്പര്യമുള്ളൂ. മേടിക്കുന്നതിനോട് താല്പര്യം കുറവാണ്. പിന്നെ നോൺ വെജിനോടും താല്പര്യം കുറവാണ്. അതൊരു നല്ല കാര്യം. നോൺ വെജ് പൊട്ട എന്ന് ഞാൻ പറയില്ല. അതിൻ്റെതായിട്ടുള്ള, കാരണം പഴയ കാലത്ത് ബ്രാഹ്മണർ വരെ കഴിച്ചിരുന്നതാണ് സാധനം. അപ്പോൾ അത് തെറ്റാൻ പറയുന്നില്ല. പ്രത്യേകിച്ചും ജയൽമാഷ് തന്നെ ചില മത്സ്യങ്ങൾ കഴിക്കാൻ പറയുന്നുണ്ട്. കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. വിറ്റാമിൻ B12 കുറവിനൊക്കെ പല പറയുന്നുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. താല്പര്യം. പിന്നെ എന്താ കൂട്ടുകൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോട്ടെ, പുറമേ നിന്നും ഒട്ടും കഴിക്കാൻ പറ്റാത്ത കുറവാണ്. അതെ അതെ. അത് കുറച്ച് കൂടിയുണ്ട് ഇപ്പോൾ ഈയിടെ. ഭയങ്കരമായിട്ട് മാറി. അതെ 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 അതെ. ശരി, ഏതായാലും സന്തോഷം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിൽ. അപ്പോൾ നവംബർ 14-ാം തീയതി നമുക്ക് കാണാം. അതിനിടയ്ക്ക് വരുമ്പോൾ കാണാം. പറ്റിയില്ല. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു.